ഹായ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ട്രിവാൻഡ്രം വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ പോയ വീഡിയോ എല്ലാവരും കണ്ടുല്ലോ. അപ്പോൾ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ബീച്ച് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ കോവളം ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ഭയങ്കര ട്രാഫിക്കും ഓണായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളാണ്. അവിടെ ബീച്ചിലോട്ട് ഇറക്കത്തില്ല എന്നൊക്കെ കേട്ടു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ പോകണ്ട, നമുക്ക് ഹൗവ ബീച്ചിൽ പോകാമെന്നും പറഞ്ഞ് നമ്മൾ ഹൗവ ബീച്ചിൽ പോകാൻ തീരുമാനിച്ചു. അവിടെയും ഈ സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് കടത്തിയൊന്നും വിട്ടില്ല, വണ്ടി കടത്തി വിട്ടില്ല. എന്നിട്ട് നമ്മൾ പിന്നെ വേറൊരു ഇടവഴിക്കൂടെ പോയി വണ്ടി ഇട്ട് അവിടുന്ന് ഒരുപാട് ദൂരം നടന്നാണ് പോയത്. ഒരു ഇടവഴിക്കൂടെയൊക്കെ നടന്നാണ് നമ്മൾ അവിടെ എത്തിയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ടൈം ലേറ്റായി കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇറക്കിയില്ല. അവിടെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. നല്ല വൈബുള്ളൊരു ബീച്ചായിരുന്നു. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. നമ്മൾ അവിടെ നടന്ന് കുറേ നേരം കണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ പതിയെ ഇറങ്ങി. പിന്നെ പോണ വഴിക്ക് നമ്മൾ ലൈറ്റൊക്കെ കാണാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സിറ്റി ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ ബീച്ചിൽ നിന്ന് കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ നമുക്കവിടെ പാർക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല, പാർക്കിംഗ് കിട്ടിയില്ല. നല്ല ബ്ലോക്കും കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ അതുകൊണ്ട് കാറിൽ ഇരുന്ന് തന്നെ അതങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ കാറിൽ ഇരുന്ന് തന്നെയാണ് അത് കണ്ടത്. നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. മറ്റേ ഡ്രോൺ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഒരുപാട് ആൾക്കാർ എവിടെ നിന്നൊക്കെയോ വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുമായിരുന്നു, നല്ല ബ്ലോക്കായിരുന്നു. ഒരുപാട് ആൾക്കാർ കാറിൽ തന്നെ ഈ ടൂ വീലറിലൊക്കെ ഇരുന്ന് തന്നെയാണ് കാണുന്നത്. അതിലും കൂടുതൽ ആൾക്കാർ അവിടെ നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഡ്രോൺ ഷോ ഒക്കെ പറയാനില്ല, നല്ല രസമായിരുന്നു കാണാനായിട്ട്, ഇങ്ങനെ മേളിലിരുന്ന് കാണാനായിട്ട്. ബ്ലോക്കൊക്കെ ഉണ്ടായതും കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് കാറിലിരുന്നിട്ടാണെങ്കിലും അടിപൊളിയായിട്ട് നന്നായിട്ട് കാണാനായിട്ട് പറ്റി. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ലൈറ്റുകളും മറ്റേ സ്റ്റേഡിയവും സിറ്റി ഫുള്ള് ലൈറ്റായിരുന്നു. മരത്തിലൊക്കെ ലൈറ്റ് ഇട്ടേക്കുമായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഒരുപാട് ആൾക്കാരുകൾ എവിടെ നിന്നൊക്കെയോ വന്നേണു കാണാനായിട്ട്. ഡ്രോൺ ഷോ ആയിരുന്നു അടിപൊളി. ഇങ്ങനെ ഓരോ ഇതായിട്ട് ഇത് ഇപ്പോൾ കാണുന്ന പോലെ സത്യ, മലയാളി മങ്ക, മാവിൽ, അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ കാണിക്കുമായിരുന്നു. അത് കാറിലിരുന്നാണെങ്കിലും നമ്മൾ നല്ല അടിപൊളിയായിട്ടിരുന്ന് കണ്ടു. നൈറ്റ് ആ ലൈറ്റൊക്കെ ഇട്ട് കാണാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു. സിറ്റി ഫുള്ള് നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അത് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. ലാസ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മറ്റേ ഡ്രോൺ ഇറങ്ങുന്നതൊക്കെ കണ്ടായിരുന്നു. ഇങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറക്കി വിടുന്നതൊക്കെ കണ്ടായിരുന്നു. എല്ലാം കാണാൻ പറ്റി.